പേരെന്താ? വിനായക്. പാർവതി. അപർണ. ഓർ ബിലീവർ? പാർഷ്യലി എന്ന് പറയാം. ആണ് ദൈവം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിട്ട് ഒന്ന് പറയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ നല്ലതിന് വേണ്ടി നമ്മുടെ കൂടെ ആര് നിൽക്കുന്നു അവർ ദൈവമാണ്. മനുഷ്യരെല്ലാരും ദൈവം ആവാം അല്ലെ? ആവാം. മനുഷ്യർ നമ്മുടെ നല്ലതിന് വേണ്ടി നമ്മോട് വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമുക്ക് ദൈവങ്ങളായിട്ട്. പാർഷ്യലി എത്തിയസ്റ്റ് എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയും. ഡെഫിനേഷൻ അല്ല, ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത്. അതായത് വിശ്വാസിയാണെന്ന് വെച്ചാൽ ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട്, കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഈ മതം ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അഡിക്റ്റ് ആയി പോകുന്ന ചില രീതികളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് കാണുവരുന്നേ. മതം ഭയങ്കരമാണ്, അത് പറയുന്ന രീതി സഞ്ചരിക്കുക, അതിന്റെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക, അതിന്റെ പേരിൽ പ്രശ്നം സൃഷ്ടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളോട് വലിയ മതം അടിച്ചേൽപ്പിച്ചുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണോ ലോകത്തുള്ളത്? അല്ല അല്ല, നിരീശ്വരവാദം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. എത്തിയസ്റ്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ ഒന്ന് പറയാമോ? അതറിയില്ല. ഞാൻ എത്തിയസ്റ്റ് ആണെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പോലും അറിയാതെ എങ്ങനെ ഞാൻ എത്തിയസ്റ്റ്? ഞാൻ എന്നിലാണ് വിശ്വസിക്കുന്നത്. അത് എത്തിയസമാണോ? മേ ബി അങ്ങനെ ആയിരിക്കാം. ഞാൻ ചുറ്റുമുള്ളത് നോക്കി മനസ്സിലാക്കി അങ്ങനെ വിശ്വസിക്കുന്നു. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാല് ഞാൻ ഉണ്ടെന്നും പറയും, ഇല്ല എന്നും പറയും. അത് ഒരു എത്തിയസ്റ്റ് സ്വഭാവമല്ലല്ലോ. അതാ പറഞ്ഞത്, ഞാൻ എന്റെ രീതിയിൽ എന്റെ വ്യത്യസ്തമാണ്. അഗ്നോസ്റ്റിക് പൊസിഷൻ ആണെന്ന് പറയാം, അജ്ഞേയവാദമാണെന്ന് പറയാം അല്ലെ? അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. അതായത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഡൗട്ട്ഫുൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം ഇല്ല എന്ന് ക്ലെയിം ചെയ്യുന്നതിനാണ് നിരീശ്വരവാദം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എത്തിയസ്റ്റുകളാണെങ്കിൽ ദൈവം ഇല്ല എന്ന് ക്ലെയിം ചെയ്യുന്നവരാണ് അല്ലെ? ഒരു ക്ലെയിം ചെയ്യത്തില്ല. കാരണം അതായത് പകുതി ഭാഗം ഞാൻ നിരീശ്വരവാദമാണ്, പകുതി ഭാഗം ഈശ്വരവിശ്വാസമാണ്. നമുക്കും അതേപോലെയാണ്. നമ്മള് വളർന്നു വന്നിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടുകാർ പറയുന്നതൊക്കെ വിശ്വസിച്ച് വന്നവരാണ് ഒരു പ്രായം വരെ. ഞാനും അതുകൊണ്ട് ഞാൻ ബിലീവറായി പോയി. പക്ഷെ റീസെന്റ് എനിക്ക് തോന്നുന്നു നിരീശ്വരവാദമാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു. അങ്ങനെയാണോ? അങ്ങനെ ഒരിക്കലും ഇല്ല. എന്നാലും രണ്ടും ചിലപ്പോഴൊക്കെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ അങ്ങനെ വിശ്വസിക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോ ഉണ്ടാകുന്ന ഓരോരോ ഇൻസിഡന്റ് ഇല്ലേ, അതിനനുസരിച്ചാണ് നമ്മളിപ്പോ ഓരോ മനുഷ്യരും പ്രവർത്തിക്കുന്നത്. എന്താണ് യുക്തി? യുക്തി എന്ന് പറഞ്ഞാൽ അതായത് ഓരോരുത്തരുടെ വ്യൂസിലുള്ള വ്യത്യാസം ഉണ്ട്. അല്ല, അക്കാഡമിക്കലി ഒന്ന് പറയാമോ? വാട്ട് ഈസ് റാഷണാലിറ്റി? അങ്ങനെ ആധികാരികമായിട്ട് പറയല്ല. നമുക്കിപ്പോ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം ഇത് ചെയ്യണം. അപ്പൊ ദൈവം സഹായിച്ചില്ലെങ്കിൽ നമ്മൾ പറയാം ദൈവം ഇല്ല എന്ന് വിശ്വസിക്കും. അല്ലാതെ നമ്മൾ ഹോണസ്റ്റ്ലി ഇന്റലക്ച്വൽ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല ദൈവം ഇല്ല എന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പൊ പ്രപഞ്ചം ഈ കാണുന്ന ഡിസൈനിൽ ഇങ്ങനെ സൃഷ്ടിച്ചു പോയതിന് പിന്നിൽ ഒരു ശക്തി ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ഈ 21ാം നൂറ്റാണ്ടിലും അമേരിക്കയിൽ ഫ്ലാറ്റ് എർത്ത് വാദികളുണ്ട്. അതായത് ചില സമയത്ത് എന്റെ ആവശ്യങ്ങൾ നടക്കാതെ വരുന്നതുകൊണ്ട് ദൈവം ഇല്ല എന്നും, ചില സമയത്ത് എന്റെ ആവശ്യങ്ങൾ നടക്കുമ്പോ എനിക്ക് ദൈവം ഉണ്ടാവുകയും ചെയ്യും അല്ലെ? ശാസ്ത്രപരമായിട്ട് തന്നെ ദൈവം ഇല്ല എന്ന് തന്നെ പറയാം. ശാസ്ത്രത്തിന് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വാദം വെക്കുന്നതിനുള്ള ഇതാണോ സയൻസ്? അതായത് ഇപ്പൊ കണ്ടുവരുന്ന രീതി എന്താന്ന് വെച്ചാല്, വിവരം കൂടുന്തോറും ദൈവം ഉണ്ടെന്നുള്ളതിനുള്ള വാദങ്ങൾ തെളിവുകൾ നിർത്തിക്കൊണ്ടിരിക്കുന്ന വാദം ഇന്നത്തെ കാലത്ത് നമുക്ക് കേട്ടുവരുന്നുണ്ടല്ലോ. എനിക്ക് ദൈവം ഉണ്ടോന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ നടത്തി കിട്ടുമ്പോ ഞാൻ ദൈവം ഉണ്ടെന്ന് പറയും, ആഗ്രഹം ഇല്ല എന്ന് പറയുമ്പോൾ ഇതൊരു ഒരു റാഷണലായ ഒരു മാന്യമായിട്ടുള്ള ഒരു നിലപാടാണോ? നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുള്ള ആൾക്കാർ നമ്മുടെ മനസ്സിൽ തോന്നിയാലോ സ്വമേധയാ അത് തോന്നുകയാണ്. ഞാൻ ആ നിലപാട് സ്വീകരിച്ച് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശാസ്ത്രം വെച്ച് ദൈവം ഉണ്ടെന്ന് ആരെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ ദൈവം അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കും. ഇപ്പൊ കറന്റ്ലി ഉണ്ടെന്നാണോ ഇല്ലാതാണോ? ഇപ്പൊ കറന്റ്ലി ആയിട്ട് ഇല്ലാന്നാണ് എന്റെ മനസ്സിൽ. കാരണം എന്തുകൊണ്ട്? ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല, അതുകൊണ്ട് ദൈവമില്ല. ഓക്കെ, വെരി ഹോണസ്റ്റ് ആയിട്ട് പുള്ളിക്കാരി പറഞ്ഞിട്ട്. ഓക്കെ, അതായത് തെളിവുകളാണ് താങ്കളെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അംഗീകരിക്കുക. തെളിവുകൾ എത്ര തരമുണ്ട്? തെളിവ് എത്ര എന്നിട്ടാല് നമുക്ക് വേണമെങ്കിൽ ഓഡിറ്റോറി തെളിവ്, വിഷ്വൽ തെളിവ്, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്ങനെ മനസ്സിലായില്ല? നിങ്ങൾ പറയുന്ന സയൻസ് മാത്രമാണ് എവിഡൻസ്? ആയിരിക്കില്ല, വിശ്വാസം എവിഡൻസ് അല്ലേ? ഓക്കെ, നമുക്ക് ഒരാളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ അതൊരു എവിഡൻസ് ആവണമെന്നില്ല. നമുക്ക് ഞാൻ അതിനൊരു ഡെഫിനിഷൻ തരികയാണ്. തെളിവുകൾ പൊതുവെ 4ആയിട്ട് തിരിക്കുകയാണ്. സെൽഫ് എവിഡന്റ് ആയിട്ടുള്ള തെളിവുകളുണ്ട്, സ്വമേധയാ സത്യങ്ങളാണ്. ആ കാര്യം സെപ്പറേറ്റ് തെളിയിക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും. രണ്ടാമത് താങ്കൾ പറഞ്ഞ പോലെ ടെസ്റ്റിമ്യൂണിയൽ എവിഡൻസ്, അതായത് സത്യങ്ങളായിട്ടുള്ള വസ്തുതകൾ ഒരാൾ പറഞ്ഞു. ഇപ്പൊ അച്ഛൻ ആരാണെന്ന് പറഞ്ഞു, അത് അമ്മ നമ്മൾ പറഞ്ഞു തന്നുകൊണ്ട് അത് നമ്മൾ എവിഡൻസ് ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റിമോണിയൽ എവിഡൻസ് ആണ്. 3 റാഷണൽ എവിഡൻസ്, യുക്തിഭദ്രമായി തെളിയിക്കപ്പെട്ട സത്യങ്ങൾ, അത് യുക്തി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. 4 എംപിരിക്കൽ എവിഡൻസ്, അതായത് സയൻസിന്റെ എവിഡൻസ്.
ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇപ്പൊ നിങ്ങള് ഡിഗ്രി വരെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. ഒരു കാര്യം ഉണ്ടെന്നുള്ളതിന് നമുക്ക് തെളിവുകൾ വേണം, ഇല്ലാന്നുണ്ടെങ്കിലും തെളിവെന്ന് നമുക്ക് വേണം. ഇപ്പൊ ചൊവ്വയില് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ ഇല്ലാന്ന് ഒരാൾ ക്ലെയിം ചെയ്യുകയാണെങ്കിലും തെളിവ് വേണം, ഉണ്ടെന്ന് ഒരാൾ ക്ലെയിം ചെയ്താലും അതിന് തെളിവ് വേണം. നിങ്ങൾ ഇപ്പൊ പറയുന്നത് അത് ഉണ്ടെന്ന് എനിക്കിപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കേവലം ഇമോഷണലി ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അംഗീകരിക്കുന്നു. എന്റെ ഇമോഷൻ, എനിക്ക് കാര്യങ്ങൾ നടക്കി കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ദൈവമില്ല എന്ന് പറയുന്നു. അതല്ല, ഹോണസ്റ്റ്ലി നിങ്ങൾ ഇത്രയും പഠിച്ച ഒരാളാണ്, ഉണ്ടെന്നുള്ളതോ ഇല്ലാന്ന്. മേ ബി ഈ ഓരോരോ എന്താ പറയാ അമ്പലങ്ങള്, പള്ളികള് അങ്ങനെയൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പണ്ട് ദൈവം അവിടെ വന്നിരുന്നിട്ടുണ്ട്, തപസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉള്ളൂ നമുക്ക് പ്രൂഫ് ആയിട്ടുള്ള. താങ്കൾ ആദ്യം പറഞ്ഞത് സയൻസ് കൊണ്ട് ദൈവം ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ അംഗീകരിക്കും, അല്ലാതെ മറ്റേതെങ്കിലും വഴിയിൽ ദൈവം ഉണ്ടെന്ന് തെളിയിച്ചാൽ താങ്കൾ അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. വേറെ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ താങ്കൾ അംഗീകരിക്കാൻ തയ്യാറാണോ? ദൈവം ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യുക്തിപരമായിട്ട് ദൈവം ഉണ്ടെന്ന് അംഗീകരിക്കലാണ്. യുക്തിപരമായിട്ട് ബുദ്ധിപരമായി ചിന്തിച്ചാൽ ദൈവം ഉണ്ടെന്ന് വാദിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറാവും? ഇല്ല. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചാതീതമായി നിലകൊള്ളുന്ന ഒന്ന് ദൈവമായി കൂടാ എന്ന് താങ്കൾക്ക് പറയാൻ മതി. അങ്ങനെ ഒന്നുണ്ടെന്ന് തെളിയിക്കപ്പെടട്ടെ. റാഷണലി യുക്തിഭദ്രമായിട്ട് അങ്ങനെ ഒന്നുണ്ടെന്ന് തെളിയിച്ചാൽ വിശ്വസിക്കും. അപ്പൊ ഞാനിപ്പോ ചോദിക്കുകയാണ്, നിങ്ങൾ ചൊവ്വയിൽ പോയിട്ടുണ്ടോ? ഇല്ല. ശാസ്ത്രം എന്ന് പറയുന്നതിന് താങ്കൾ കൊടുക്കുന്ന ഒരു ഡെഫിനേഷൻ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ശാസ്ത്രം എന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാട്ടോ, അല്ല ഒത്തന്റിക് ഉള്ള കാര്യങ്ങളല്ല, വ്യക്തമായ തെളിവുകളുടെ. അല്ല, താങ്കൾ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ്. നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ഡെഫിനേഷൻ ഒന്നും പഠിച്ച് നമ്മൾ സയൻസിന്റെ ഡെഫിനിഷൻ എംപിരിസിസം എന്നുള്ള കാര്യത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രപഞ്ചത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് അല്ലെ? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിർത്തി പരീക്ഷണങ്ങളുടെ അത് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് വാല്യൂ ടു ദ പോയിന്റ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ രീതിയിൽ ഉള്ള ഒരു കാര്യം. ചൊവ്വ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞു എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ചൊവ്വയുടെ വിഷയത്തിൽ വന്നപ്പോൾ നിങ്ങൾ അത് മാറ്റി അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണ് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് പറയുന്നത്, റാഷണലി ഒരു കാര്യം, യുക്തിപരമായിട്ട് നമുക്ക് ഒരു കാര്യം ശരിയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നത് ശരിയാണോ തെറ്റാണോ? അംഗീകരിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഈ എന്താ പറയാ ബുദ്ധിപരമായി നമ്മളൊരു കാര്യം ശരിയാണെന്ന് നമുക്ക് മനസ്സിലായാൽ അത് അംഗീകരിക്കണോ വേണ്ടയോ? അംഗീകരിക്കാം. അതായത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്ന സത്യങ്ങളിലൂടെ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഉദ്ദേശപ്രകാരം ഒരു കാര്യം സത്യമാണെന്ന് അംഗീകരിക്കാൻ പറ്റൂ, താൻ നേരത്തെ പറഞ്ഞത് വെച്ചിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യുക്തിപരമായി തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല എന്ന് പറയേണ്ടി വരും. നമ്മൾ നമ്മുടെ ഒരു വിശുദ്ധിയിലാണ് നിൽക്കുന്നത്. ബുദ്ധിപരമായി ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ ലോകത്ത് ഫിലോസഫി എന്ന് പറഞ്ഞാൽ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു റാഷണൽ ആർഗ്യുമെന്റ്സ് വെച്ചാൽ അത് അംഗീകരിക്കാൻ തയ്യാറാണോ? അംഗീകരിക്കേണ്ടി വന്നാൽ അംഗീകരിക്കും. ഓക്കെ, അംഗീകരിച്ചതുപോലെ എക്സാക്ട്ലി ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. എന്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് റാഷണാലിറ്റി? ഓക്കെ, യുക്തി എന്ന് പറയുന്നത് ലോജിക്കും റീസണിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ലോജിക്കലി ഒരു കാര്യം നമ്മൾ ശരിയാണെന്ന് മനസ്സിലാക്കിയാൽ അതിനെ ലോജിക്കലി പ്രൂൺ ആണെന്ന് നമുക്ക് അംഗീകരിക്കാം. ലോജിക്കലി അംഗീകരിക്കപ്പെടാവുന്ന, യുക്തിഭദ്രമായി നമുക്ക് അംഗീകരിക്കപ്പെടാവുന്ന, ലോജിക്കിന് പ്രധാനമായിട്ട് 3 നിയമങ്ങളാണുള്ളത്. ആണെങ്കിൽ ഒരു ആർഗ്യുമെന്റ് വെക്കാണ് ഫൈൻ ട്യൂൺ ആർഗ്യുമെന്റ്. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഫൈൻ ട്യൂൺ ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോ പ്രപഞ്ചം എന്ന് പറയുന്നത് ഫൈൻലി ട്യൂൺഡ് ആണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് ഇങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. കാരണം ഇപ്പൊ നമ്മുടെ തലച്ചോറ് നോക്കിയാൽ തലച്ചോറ് ഇത്രയും ന്യൂറോണും ഇത്രയധികം നമ്മൾ ചിന്തിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ഈ കാണുന്ന AI വരെയുള്ള സംഭവങ്ങൾ കണ്ടെത്തിയത് മുഴുവൻ നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ചിട്ടാണ്. അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ക്രിയേറ്ററുടെ ആവശ്യമില്ല. തീർച്ചയായിട്ടും അതിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ താങ്കളുടെ പേരെന്തായിരുന്നു പറഞ്ഞത്? വിനായക ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വിനായകന്റെ പിതാവിന്റെയും മാതാവിന്റെയും ജനറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിനായക ആരെന്ന് മനസ്സിലാവും. വിനായകന്റെ സ്ഥലവും കാര്യങ്ങളും അറിയണമെങ്കിൽ വിനായകമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് ഡോക്യുമെന്റ്സ് ഉണ്ട്, SLC ബുക്ക് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യം. അതിന് വിനായകന്റെ ഐഡന്റിറ്റി എന്ന് പറയും. വിനായക് എന്ന് പറയുന്ന മനുഷ്യൻ ജീവനോടുകൂടി തന്നെ ഇവിടെ കേരളത്തിൽ കണ്ടിരിക്കെ വിനായക് എന്ന് പറയുന്ന ഒരാൾ അമേരിക്കയിൽ ഒരേ സമയം കണ്ടു എന്ന് പറഞ്ഞാൽ അതിന് കോൺട്രാഡിക്ഷൻ എന്ന് പറയും. രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരേ സമയം ഒരാൾ ഒരു സ്ഥലത്ത് മാത്രമേ കാണാൻ പറ്റൂ. ലോ ഓഫ് കോൺട്രാഡിക്ഷൻ അവിടെ വേദിക്കുന്നു. നമ്മള് മൂന്നാമതെന്ന് പറയുന്നത് ലോ ഓഫ് മിഡിൽ എക്സ്ക്ലൂഡ്. ഈ പറയുന്ന വിനായക് ഒരേ സമയം ഇവിടെയും കണ്ടു വേറെ സ്ഥലത്തും കണ്ടു എന്ന് ഒരാൾ വാദിക്കുമ്പോൾ രണ്ടിലും പെടാതെ നിൽക്കുക. അവിടെയും കണ്ടു എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഇപ്പുറത്തും കണ്ടു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് റാഷണലി ശരിയല്ലാതിരിക്കുമ്പോൾ ലോ ഓഫ് മിഡിൽ എക്സ്ക്ലൂഡ് അതിനും വിധിക്കുന്നു പറയും. ഇതിന് ഇങ്ങനെയാണ് ലോജിക്കലി ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം യുക്തിഭദ്രമായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ക്രിയേറ്ററെ ദൈവമായിട്ട് അംഗീകരിക്കുന്നതിൽ തെറ്റുണ്ടോ? അതിൽ ഞാൻ വിശ്വസിക്കുന്നു. വൈ?
എനിക്ക് അങ്ങനെ തോന്നുന്നു. മോണാലിസയുടെ പെയിന്റ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അത് തന്നെ ഉണ്ടാവില്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ ക്രിയേറ്റർ ഉണ്ടാകും. ഉണ്ടാവുമല്ലോ. ഡാവിഞ്ചിയാണ് നമ്മൾ അംഗീകരിച്ചു. പക്ഷെ ഈ വിഷയം വന്നപ്പോ അത് അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? അതിപ്പം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചെന്ന് പറയുന്നു. അപ്പൊ എന്റെ അതല്ല പ്രത്യക്ഷപ്പെട്ടാ പോരെ. പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന സംഭവം എന്നുള്ളൊരു ക്ലെയിം ഞാൻ വെച്ചിട്ടില്ലല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞ എന്തായിരുന്നു, പ്രപഞ്ചം ഫൈനലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ ഒരു ഇന്റലക്ച്വൽ ഡിസൈനറുടെ ആവശ്യമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിസൈനർ ദൈവം ഒന്ന് വിളിച്ചൂടെ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ നിലവിൽ ആരെങ്കിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു സാധനമാണ് ദൈവം അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനാണ്, അതിനോട് ഞാൻ ക്ലെയിമേ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ല എന്നുള്ളത്. അങ്ങനെ പറയുന്നത് അങ്ങനെ ഒരു അല്ലെങ്കിൽ ഇവിടെയുള്ള ഓരോ കണികകളും ദൈവമാണ് സൃഷ്ടിച്ചെന്ന് പറയുന്നതിൽ ഞാൻ നേരത്തെ അതുകൊണ്ടാണ് റാഷണലി ബുദ്ധിപരമായിട്ടൊരു കാര്യം ചോദിച്ചത്. നമ്മള് കാണുന്ന പ്രപഞ്ചം ഫൈനലി ഡിസൈൻഡ് ആണ്. ഈ പറയുന്ന പോലെ സൂര്യനും ഭൂമിയും ഇത്ര ഡിസ്റ്റൻസിൽ ഇരുന്നാൽ മാത്രമാണ് അവിടെ ഭൂമിയിൽ വെള്ളം ഉണ്ടാവുള്ളൂ, ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ എന്ന് കൃത്യമായ ഒരു അളവിൽ വന്ന് നിന്നു പോയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഫൈനലി ഡിസൈൻഡ് ആണെന്ന്. ആ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സാധനത്തിന് ഒരു ഡിസൈനർ ഉണ്ടാവാന്നുള്ളത് ലോജിക്കല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനൊരു ഡിസൈനറെ നമ്മൾ അങ്ങനെ ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ അതിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നതിന് തെറ്റുണ്ടോ? താങ്ക് യു. ശരിയിടാത്തുണ്ട്. ഒന്നുമില്ല, എനിക്ക് അംഗീകരിക്കാം. താങ്ക് യു. ഓക്കെ, എന്തുകൊണ്ടാണ് അപ്പൊ ദൈവത്തിന്റെ കാര്യം വന്നപ്പോ സയൻസ് മാത്രം പറയുന്നതാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? അതായത് അങ്ങനെ ചോദിച്ചാൽ അത് വേറൊരു കാര്യം ചോദിക്കട്ടെ, ശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതിന് പരിമിതി ഉണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ടോ? പരിപാടി അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്ന കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അത് എംപിരിസിസത്തിന്റെ വർക്കിന്റെ അതിന്റെ സൈക്കിളിന്റെ പ്രത്യേകതയാണ്. നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നു. 1 മുതൽ 0 വരെയുള്ള നമ്മൾ എണ്ണൽ സംഖ്യകളായിട്ട് ഉപയോഗിക്കുന്ന സംഖ്യകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? റിയാലിറ്റിയിൽ കോൺക്രീറ്റ് ആയി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നത് റാഷണലിയാണ്, യുക്തിപരമാണ്. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അത് സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? സയന്റിഫിക്കലി നമ്പേഴ്സ് ഇപ്പൊ അത് പോസിബിൾ അല്ല. അത് നമ്മൾ റാഷണലിയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത മെറ്റാഫിസിക്കലായിട്ടുള്ള പല എക്സിസ്റ്റൻസും ഉണ്ടാകാം, ഉണ്ടാവാതിരിക്കാം അല്ലെ? അപ്പൊ ശാസ്ത്രമല്ലാത്ത മറ്റു മേഖലകൾ ഉപയോഗിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിന് റാഷണാലിറ്റി ഉപയോഗിക്കാം, ആണോ അല്ലയോ? ഉപയോഗിക്കാം. അപ്പൊ റാഷണലി പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ശരിയായിക്കൂടെ? അങ്ങനെയാണെങ്കിൽ അംഗീകരിക്കേണ്ടി വരും. സയൻസ് കൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിനും മനസ്സിലാക്കി എടുക്കുന്നു. സയൻസിന്റെ ജോലി ദൈവം ഇല്ല ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയലാണെന്ന് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത്? ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഏത് മെത്തഡോളജി ഉപയോഗിച്ചു? ശാസ്ത്രത്തിന്റെ ദൈവമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായില്ല. എക്സാക്ട്ലി, ഇപ്പൊ കറക്റ്റായി. കുറച്ചു നേരം മുമ്പ് പറഞ്ഞത് ശാസ്ത്രീയമായി ദൈവം ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രമാണ്. ചോദിക്കുമ്പോൾ അതിന് തെളിവ് നിരത്തു എന്നാണ് പറഞ്ഞത്. അതിന് ശാസ്ത്രീയമായ എവിഡൻസ് മാത്രമേ പറ്റുള്ളൂ എന്ന് താങ്കൾ പറഞ്ഞു. മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഫിസിക്കൽ എൻറ്റിറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സയൻസ് ഏത് തരത്തിൽ ഉപയോഗിക്കാം എന്നാണ് ഇപ്പൊ ചോദിച്ചത്. നമ്മളിപ്പോ ജീവിക്കുന്ന നമുക്ക് 3 ഡയമെൻഷൻ വരെയുള്ള വിവരങ്ങൾ നമുക്ക് ഇപ്പോഴുള്ളൂ. മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം 4th ഡയമെൻഷനോ 5th ഡയമെൻഷനോ ഒന്നല്ല, മെറ്റാഫിസിക്കൽ ആയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു 4th അല്ലെങ്കിൽ 5th ഡയമെൻഷൻ ബീയിങ് ഇല്ല നമുക്ക് പറയാൻ പറ്റുമോ? എക്സാക്ട്ലി, അത് തന്നെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അതെ, അപ്പൊ നമുക്ക് പലതും പറയാം. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ പോയിന്റിലാണ് വന്നിരിക്കുന്നത്. എക്സാക്ട്ലി. താങ്ക് യു. ഇത്ര നേരം സംസാരിച്ചതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. സയൻസ് കൊണ്ട് അളക്കാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളും സയൻസ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളും ഉണ്ടെന്ന് എപ്പിസ്റ്റമോളജിക്കലി കാര്യങ്ങൾ ജ്ഞാനസമ്പാദന മാർഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എനിവേ, താങ്ക് യു. പേരെങ്ങനെയായിരുന്നു? വിനായക്. എവിടെയാണ് വീട്? ഞാൻ മലപ്പുറം. താങ്ക് യു. ഇനിയും കാണാം.